നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ ചായക്കടകളിൽ രാവിലെ മുതൽ രാത്രി കടയടയ്ക്കുന്നവരെ ചൂടും പുകയും ഒക്കെ സഹിച്ച് പണിയെടുത്തിരുന്ന ഒരു കക്ഷി ഉണ്ടായിരുന്നു. റഷ്യക്കാരനാണെങ്കിലും നമ്മുടെ നാട്ടിലെ നാട്ടിൻപുറത്തെ കടകളിൽ ജീവിക്കാനായിരുന്നു ആൾക്ക് കൂടുതൽ ഇഷ്ടം. പഴയ സിനിമാ പോസ്റ്ററുകളും നാടകഗാനങ്ങളും മുഴങ്ങുന്ന ചായക്കടകളിൽ ചൂടോടെ ഒരു നാടൻ ചായയും കട്ടൻ കാപ്പിയും ഒക്കെ നൽകിയിരുന്ന നമ്മുടെ സമോവറാണ് ആ കക്ഷി. ഓടുകൊണ്ടോ ചെമ്പുകൊണ്ടോ ഒക്കെ നിർമ്മിച്ച് വലിയ വട്ടത്തിൽ ഉള്ള ഒരു കൂറ്റൻ പാത്രം, മുകളിൽ കൽക്കരി നിറയ്ക്കുവാനുള്ള വലിയൊരു ഹോൾ, സമീപത്തായി വെള്ളവും പാലും തേയിലപ്പാത്രവും ഒക്കെ വെക്കാനുള്ള ചെറിയ ചെറിയ ഹോളുകൾ, താഴെയായി ചൂടുവെള്ളം എടുക്കുവാൻ ഒരു ടാപ്പ്, നിരന്തരം തിളച്ച വെള്ളം ലഭിക്കുവാനായി തണുപ്പുള്ള സ്ഥലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന പാത്രമാണ് സമോവർ. റഷ്യയാണ് ഈ ലോഹപാത്രത്തിന്റെ ജന്മദേശം. സെൽഫ് ബോയിലർ എന്നാണ് സമോവർ എന്ന റഷ്യൻ വാക്കിന്റെ അർത്ഥം. മുഴുവൻ ഇന്ധനവും ഉപയോഗിക്കാൻ സാധിക്കുകയും ചൂടും വെള്ളവും നഷ്ടമാകില്ല എന്നും ആയിരുന്നു ഇതിന്റെ പ്രത്യേകതകൾ. കൽക്കരി ഇട്ട് തിളയ്ക്കുന്ന പാത്രത്തിന്റെ ഉള്ളിലേക്ക് വെള്ളം നിറയ്ക്കും. നിരന്തരം തിളച്ച വെള്ളത്തിന്റെ ചൂടിൽ പാല് തിളച്ചു കിടക്കും. താഴെയുള്ള ടാപ്പ് വഴി ചൂടുവെള്ളം എടുക്കുകയും മുകളിലെ ആവി കൊണ്ട് തേയിലയും കാപ്പിയും ഒക്കെ വെന്ത് നല്ല പാകത്തിലാകും. ഈ മിശ്രിതം വെള്ളത്തിൽ മിക്സ് ചെയ്ത് പാലും ഒഴിച്ച് പഞ്ചസാരയും ഇട്ടാണ് പണ്ട് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ചായ എടുത്തുകൊണ്ടിരുന്നത്. നീളത്തിൽ അടിച്ചെടുക്കുന്ന നല്ല നാടൻ ചായയോ കാപ്പിയോ ഒക്കെ ഗ്ലാസ്സിലൊഴിച്ച് കുടിക്കുവാൻ എത്ര രസമായിരുന്നു ആ കാലത്ത്. അർദ്ധനഗ്നനായി സമോവറിൽ ചായ ഉണ്ടാക്കുന്ന കടക്കാരനും മുൻപിലെ ബെഞ്ചിൽ കുത്തിയിരുന്ന് പത്രം വായിക്കുന്ന ഒരു പത്രവായനക്കാരനും ചുറ്റും കുത്തിയിരിക്കുന്ന ആളുകളുടെ കയ്യിൽ ചൂടോടുള്ള ചായ ഗ്ലാസുമൊക്കെ നമ്മുടെ ആ നാട്ടിലെ പഴയ വൈബ് ഇനിയും ഒരിക്കലും ഉണ്ടാകാൻ സാധ്യതയില്ല. ഇങ്ങ് കടുത്തുരുത്തിയിൽ മാംഗോ മെഡോസിൽ വന്നപ്പോഴാണ് ഈ പഴയ വിദേശിയെ നാടൻ ലുക്കിൽ കാണാൻ സാധിച്ചത്. ഇവിടെ ഇത് പൂർണ്ണമായും ഇപ്പോഴും കൽക്കരിയിൽ തന്നെയാണ് പ്രവർത്തിപ്പിക്കുന്നത്. പഴയ ഗൃഹാതുരത്വം ഉണർത്തുന്ന ഈ കാഴ്ച നിങ്ങൾക്കായി കാഴ്ചവെച്ച് ട്രാവൽ ലീവിൽ നിന്നും ശ്യാം കൃഷ്ണൻ.